വാ ബിജു, ബിജു പോരെ. ഇതെന്നാ ബിജു പുള്ളിക്കുതിര കണക്കൊക്കെ വേഷമൊക്കെ ഇട്ട് വരുന്ന ഇതിനെ പുള്ളിക്കുതിരയാണ്. പെണ്ണാണാൻ പോയത് ഒരു വല്ലാത്തൊരു ചരിത്രമാണ് ഇവിടുത്തെ. 28 പേരെ കണ്ടു ഒരു മാസം കൊണ്ടിട്ട്. പുള്ളിക്കാരെ കാണുന്നത് ഇന്നത്തെ 4ാമത്തെ പെണ്ണാണ്. 2 മണിക്ക് വരുമെന്ന് പറഞ്ഞു. വന്നത് ക്ലോസ് ടു 5 o'clock ആയി. അന്നേരത്തേക്ക് എൻ്റെ ക്ഷമയെല്ലാം നശിച്ചു. കൂടുതൽ സംഭാഷണങ്ങളൊന്നുമില്ല. ബിജുവിന് ആകെ അറിയേണ്ടത് എന്താണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി. എനിക്ക് അങ്ങനെ ഒരു ആക്ടിവിറ്റി ഇല്ല. എക്സ്ട്രാ കരിക്കുലർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞൊരു പാട്ടുമോഹിയാണ്. പാട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് എന്തും എന്നുള്ള ഒരു ആളാണ്. പിന്നെ അതിന് ആൻസർ പറഞ്ഞത് എൻ്റെ പപ്പയാണ്. പപ്പ പറഞ്ഞു പള്ളിയിലൊക്കെ പാടും. പള്ളി പാടും എന്ന് വെച്ചാൽ കൊയറൊന്നുമല്ല, ചുമ്മാ പള്ളിയിലുള്ള പരിപാടികളാണ്. അവിടെ വെച്ച് തന്നെ ബിജു പറഞ്ഞു ഓക്കെ എനിക്കിഷ്ടമാണ്. ഇത് കണക്കെ തന്നെ നമ്മൾ നോക്കുന്ന കാര്യങ്ങളും എഡ്യൂക്കേഷനും കാര്യങ്ങളും പ്രത്യേകിച്ചൊരു വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ പിള്ള അപ്പനെ കണ്ടു. വളരെ ഐശ്വര്യമുള്ളൊരു മനുഷ്യൻ, അങ്ങനെയുള്ള സംസാരവും കാര്യങ്ങളും അവിടെ വെച്ച് തന്നെ ഒരു കുടുംബത്തിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലായി. അവിടെ വെച്ച് തന്നെ അപ്പനെ കണ്ടെങ്കിൽ കിട്ടി എന്നുള്ളത് പറയാം. ശരിക്കും പറഞ്ഞത് സത്യം അത് തന്നെ ആയിരുന്നു. അത് കണക്കത്തെ ഒരു മനുഷ്യനായിരുന്നു. നിന്നെ കണ്ടല്ല കെട്ടിയത്, എൻ്റെ പപ്പായെ കണ്ടാ കെട്ടിയതാണ്. ആദ്യകാലം തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പപ്പായെ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇപ്പോഴും കണ്ണു നനയുന്ന ഒരു വ്യക്തിയാണ്. നെക്സ്റ്റ് ഡേ ബിജുവിൻ്റെ വീട്ടിൽ നിന്ന് ബിജുവിൻ്റെ പാരൻസ് വന്നു. അതിൻ്റെ നെക്സ്റ്റ് ഡേ ഉറപ്പിച്ചു. കല്യാണം എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ആദ്യത്തെ ഭാര്യ ഈ പറഞ്ഞ കണക്ക് പാട്ടാണ്, 2ാമത്തെ ഫ്രണ്ട്സാണ്, 3ാമതേ ഉള്ളതാണ്. അന്ന് പോലെ നമുക്ക് പണി കിട്ടാൻ തുടങ്ങി. പണി ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഇച്ചിരിയും കൂടെയൊക്കെ ഇത്രയും കെയറിങ് ഒന്നും കിട്ടിയല്ല എന്ന് എന്നോട് ആദ്യമേ പറഞ്ഞായിരുന്നു. ഐ വാസ് ഓക്കെ. പക്ഷെ ഞാൻ ഇവിടെ തിരിച്ച് വരുമ്പോൾ ജീന, ഇളയ പെങ്ങന്മാർ ഓൾമോസ്റ്റ് എൻ്റെ ഏജാണ്. സോ കമ്പനി ആയിരുന്നു. ജി ചേച്ചി, ജസ് ചേച്ചി, ബിനു എല്ലാവരും കംഫർട്ടബിളായിരുന്നു. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഞങ്ങളുടെ കല്യാണത്തിന് ഒരു വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ഹണിമൂണിലാണ്. ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ ആണ് പോയത്. കംപ്ലീറ്റ് ആൾക്കാരെല്ലാവരും കൂടെ പോയത്. അപ്പോൾ ഹണിമൂണിനാണോ അത് കഴിഞ്ഞ് സെക്കൻഡ് ട്രിപ്പാണെന്നില്ല പോയത്. ഞങ്ങളെല്ലാവരും കൂടെ ഫുള്ളൊരു വണ്ടി എടുത്തിട്ടാണ് മൊത്തം കറങ്ങിയത്. ആദ്യമേ അങ്ങനെയാണ് പോയത്. കാരണം പെങ്ങന്മാർ 4 പെങ്ങന്മാരും ബ്രദറും എല്ലാം ഫുൾ ഫാമിലിയാണ്. കല്യാണം കഴിഞ്ഞ് ഉടനെ പറയുകയാണെങ്കിൽ ചേട്ടൻ വാസ് സോ കെയറിങ്. പിന്നെ എന്തിടണം അതൊക്കെ ആദ്യ കാര്യങ്ങൾ. മുടി എങ്ങനെ കെട്ടണം, സാരി വേണം, എവിടെ പോയാലും പുള്ളിക്ക് സാരി വേണം. എവിടെ സെറ്റും മുണ്ട് കൊടുക്കാമെങ്കിൽ അത്രയും സന്തോഷം. വീട്ടിൽ കൂടെ സെറ്റും മുണ്ട് കൊടുത്ത് നടക്കാമെങ്കിൽ അത്രയും സന്തോഷം. പാൻറ്റും ഷർട്ടും ഇടുന്നത് തീരെ ഇഷ്ടമില്ല, ഇപ്പോഴും ഇഷ്ടമില്ല. പിന്നെ എന്താണ്, ഭയങ്കര കെയറിങ് ആയിരുന്നു ആ സമയങ്ങളിൽ. ഇപ്പോഴും ആണ്, പക്ഷേ അതിൻ്റെ പകുതിയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഞങ്ങൾ രണ്ടും തമ്മിൽ ഒരു തരത്തിലുള്ള ടേസ്റ്റുകളും പോകുന്ന ആളല്ല. അപ്പം എന്ത് കാര്യം, കറിയാണെങ്കിലും ഫുഡാണെങ്കിലും എല്ലാം എവറിത്തിങ് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. പക്ഷേ ഒരു കാര്യത്തിനകത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഈ എല്ലാ കാര്യത്തിനകത്ത് ഇറങ്ങി സർവ്വതിനകത്ത് ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണെങ്കിലും ഐ തിങ്ക് സംഹൗ ഷീ ഈസ് ഓൾസോ എൻജോയിങ് ഇറ്റ്. ചേട്ടന് ഇഷ്ടംമാതിരി പാർട്ടിയുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ അത് ഇച്ചിരി, കാരണം കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ തന്നെ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഇച്ചിരി കൺസേൺ ഉണ്ടായിരുന്നു, ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി ഇതെൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ പോകുള്ളൂ. എവരി വീക്കിന് ഞങ്ങൾക്ക് പരിപാടിയുണ്ട്, ക്ലീനിങ്, കുക്കിംഗ്. ഇപ്പോൾ അത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ആരും ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കും, ഇന്നൊന്നും ഇല്ലേ ബിജു, ആരും വിളിച്ചിട്ടില്ലെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കും.
സുഹൃത്തുക്കളെ, ബിജുവിൻ്റെയും മായയുടെയും 25ാം വിവാഹ വാർഷികം ആണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ബിജുവും മായും നമുക്കറിയാം, നമുക്കൊരു 1-2 മണിക്കൂർ കുറേ പാട്ടുകളും കുറച്ച് ഡാൻസും ഒക്കെ ആയിട്ട് നമുക്ക് ചെലവഴിക്കാം. ആദ്യമായി തന്നെ ഞാൻ ബഹുമാനപ്പെട്ട ഫാദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും ക്ഷണിക്കുകയാണ്. നമ്മുടെ ബൈജു ചാക്കേരി അച്ഛനാണ് ബിജുയുടെയും മായയുടെയും ബ്ലെസ്സിങ്ങും അതുപോലെ തന്നെ മോതിര കൈമാറ്റവും നടത്തുന്നത്. എല്ലാവരുടെയും പേരിൽ ഈ ജൂബിലിയുടെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. നമുക്ക് നല്ലൊരു കയ്യടിയോടുകൂടെ നമ്മുടെ ആശംസകൾ അറിയിക്കാം. നമുക്കൊരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരൻ ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് എൻ്റെ സാന്നിധ്യമുണ്ടായിരിക്കുമെന്ന്. അങ്ങയുടെ സജീവമായ സാന്നിധ്യത്തെ ഞങ്ങൾ ഓർക്കുന്നു. അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ തിരുക്കുമാരൻ അങ്ങയുടെ സ്നേഹം ഈ ലോകത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുത്താനായി വന്നു പിറന്ന് മാതാപിതാക്കളിൽ വന്ന് ജനിച്ചു. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ വളർന്ന് കുടുംബജീവിതത്തിൻ്റെ മാഹാത്മ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ രക്ഷാകരകർമ്മം പൂർത്തിയാക്കുകയും ചെയ്തു. നന്ദിയോടെയും ആരാധനയോടെ ഞങ്ങളത് ഓർക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടുത്തെ തിരുക്കുമാരൻ കുടുംബജീവിതത്തെ ഒരു കൂദാശയാക്കി ഉയർത്തി. ഈ കൂദാശ സ്വീകരിച്ചുകൊണ്ട് നീണ്ട 25 വർഷക്കാലം കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിജുവിനെയും മായയെയും അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പൈതൃകമായ അനുഗ്രഹം നൽകി അങ്ങയുടെ സംരക്ഷണം എപ്പോഴും ഇവരോടൊപ്പം ഉണ്ടാകുന്നതിനായി ഞങ്ങളിപ്പോൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ബിജുവിൻ്റെയും മായുടെയും പ്രിയപ്പെട്ട മക്കളെയും അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ അവരുടെ ജീവിതാന്തസ് തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുവാൻ വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ. ബിജുവിനും മായയ്ക്കുമുള്ള എല്ലാ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും അങ്ങനെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ മനോഹരമായി കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അപ്രകാരം കുടുംബജീവിതത്തിലൂടെ നിത്യസൗഭാഗ്യം പ്രാപിക്കുന്നതിനും ബിജുവിനും മായയ്ക്കും ഇടവരുത്തിയരുളണമേ. ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ പൈതൃകമായ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെയും അങ്ങൊന്ന് ആശീർവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ബിജുവുമായി അവര് വിവാഹത്തിൻ്റെ അവസരത്തിൽ അവര് മോതിരം കൈമാറിക്കൊണ്ടാണ് അവരുടെ സ്നേഹവും പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ പരസ്പരം പങ്കുവെച്ചത്. അത് വീണ്ടും അവർ ഓർമ്മ പുതുക്കിക്കൊണ്ട് അവർ ആശീർവദിച്ചിട്ടുള്ള ഈ മോതിരങ്ങൾ ഇപ്പോൾ പരസ്പരം അണിയിക്കുകയാണ്. നമുക്ക് ആശീർവാദത്തോടെ അവരെ പ്രാർത്ഥനയോടെ അവരെ അതിനായിട്ട് ക്ഷണിക്കാം. ഒരിക്കൽ കൂടെ നമ്മുടെ എല്ലാവരുടെയും പേരിന് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി നമ്മുടെ ബിജുവിൻ്റെയും മായയുടെയും പേരൻസും വളരെ അടുത്ത് ആളുകളുടെ 2-3 മെസ്സേജസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ മോണിറ്ററിലാണ് മെസ്സേജസ് പ്ലേ ചെയ്യുന്നത്. സോ ക്യാൻ വി dim the lights a bit please?
I am very happy to see you in this stage. I am praying for you for a future life in this married life. I am looking and praying for everybody, not only you, but also my all children. വിജയനമായിരിക്കും. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആരോഗ്യവും ശാരീരികസുഖവും ദീർഘായുസ്സും നൽകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളില്ലാതെ പോയതിൽ കുറച്ച് വിഷമമുണ്ട്, അത് സാരമില്ല. നിങ്ങൾ നന്നായിട്ട് ആഘോഷിക്കുക, എല്ലാവരും ഒന്നിച്ചുകൂടി നന്നായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മായാണ്ടി ആൻഡ് ബിജു അങ്കിൾ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മായ ബിജു. ദൈവം നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Good evening, everyone. Thank you all for being here today to celebrate something truly special, my parents' 25th wedding anniversary. 25 years ago, they started life together, not knowing exactly where it would lead, but choosing to walk that path side by side. Over the years, they built more than just a marriage. They built a home, a family, and a life grounded in love and respect. Growing up, one thing was clear to us. Life was busy, but we were never an afterthought. Their days were full with work and responsibilities. Yet, they still found a way to organize everything around us. No matter how long the day was, they made us sure that we got to our sports games, karate classes, dance, and music. Family barbecues, road trips, and everything spent at home weren't just a way to relax. They were how they kept us connected. Those moments gave us a sense of belonging and the feeling that no matter what was happening outside, we had each other. They shown us that marriage isn't about being perfect. It's about being patient, understanding, and willing to grow together. It's about supporting one another during the hard times and celebrating together during the good ones. Through everything, they always put family first, and that's something we're incredibly grateful for. Today isn't just a celebration of the past 25 years, but also that's everything that's still to come. The love you share continues to inspire everyone around you, and your journey together reminds us of what truly matters. Papa, you are the pillar of our home, strong and most definitely stubborn, but absolutely the backbone of our family. You always seem to know what to do, leading with logic and confidence, even when things are not clear. You might come across as tough on the outside, but we've always known everything you did was rooted with love. Beneath the tough exterior is a kind, sensitive man, even if you don't always show it. Your creativity and drive showed up in everything you touched. From your cooking to your projects, always done with style, flair, and intention. You never did anything halfway. Whatever you committed to, you gave it your all, always pushing for better, for more, for perfection. Somehow you could take an idea or a plan and turn it into something special, into magic, and that shaped our childhood. We've learned so much just by watching you. You taught us the importance of showing up, for family, for friends, and even for people who did not always call or ask. You showed us how to be leaders, how to chase opportunity instead of waiting for them, and how to take responsibility for the lives we want to build. Because of you, we were given so many opportunities and a childhood filled with laughter, noise, and just the right amount of chaos. And although you were as openly expressive as Mummy, basically the opposite, you always found your own way of letting us know that you were proud of us. Maybe not always with words, but through your actions, your support, and the way you showed up for us. At the end of the day, we're incredibly proud to be your kids, and we love seeing pieces of you in all of us. Thank you, Papa, for being you and for everything you've given us. Following what Malu said about Papa, I want to focus on the woman who is the heart of this family. Mummy, you are the glue that holds this family together. Papa might have taught us the hard skills to face the world, but you made sure to give us the safest place to come home to. You were never about pressure. You never forced us to be anything but ourselves. And you stayed open to whatever dreams we had, as much as a Malu parent would allow. I think everyone in this room would genuinely agree that you're one of the most nicest people that they've ever met. But as your children, we've seen something more than just your kindness. We've also seen your strength and your sacrifices. We saw you come home from 12-hour shifts, exhausted after being on your feet the whole day, and the first thing you did wasn't go to sleep. You made sure there was dinner in the kitchen and the house was clean. You never put yourself first. Even today, this still hasn't changed.
When we're home and we still doing dishes, you say, just leave it, I'll do it. I know in your own deep way that's just you still trying to take care of us. You're the person who's still awake at 3, 4 in the morning when we're out late night, worrying on where we are. It's a little annoying to us in the time, but deep down we know just how much you care for us and you can never stop thinking about us. From our childhood through our university and even today, you have been our biggest supporter. You are the kindest, most selfless person I know, and I'm both incredibly lucky to have both of you as my parents. I love you, and I guess thanks for getting married or we wouldn't even be here. So happy 25th wedding anniversary. So, on behalf of me and my siblings, thank you for everything you've given us, your love, your sacrifices, and your constant support. We wouldn't be who we are without you, and we wish the next 25 years just to be as great. Oh, what a beautiful speech by the kids. Man, give them a big round of applause. Yes. Happy 25th wedding anniversary, Visual and Maya. ബിജു കട്ടത്തറ ആൻഡ് മായ ബിജുവിന്റെ 25ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് സൗത്ത് ഫ്ലോറിഡയിലെ എല്ലാ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന്റെയും വിവാഹ മംഗളാശംസകൾ നേരുന്നു. ഹാപ്പി Happy anniversary, Biju and Maya. We miss being part of the celebration. God bless. Happy anniversary, Biju and Maya. Again, so sorry that we can't make it this time, but our prayers, blessings, and wishes for the best of everything to you both on our way. Thank you so much for inviting us. Hi Biju, Maya. Happy anniversary. God bless. Happy anniversary, Viju and Maya. Take care. Hello Bijongal and Maya Auntie. This is Chuchu from downtown Dubai. I wish both of you a happy 25th wedding anniversary, and I congratulate both of you on achieving this milestone. And also, along with that, I wish you, both of you and your family, a very happy new year. Special shout out to Kichu, Pachu and Malu. Hello Biju and Maya, happy 25th wedding anniversary. എല്ലാവിധ മംഗളങ്ങളും എല്ലാം ഭംഗിയായി നടക്കട്ടെ. ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പം കൺഗ്രാജുലേഷൻസ്. ഓക്കെ, സീ യു നെക്സ്റ്റ് ടൈം. Hello everyone, hope you're all having a great evening. Biju and Maya, happy 25th wedding anniversary. I wish I was there to celebrate with you guys, but there's always next time, I guess. So have a great day, enjoy the rest of the evening with family and friends, and we'll see you soon. Okay, take care, bye bye everyone. നമ്മൾ ബിജുയുടെ ക്ലോസസ്റ്റ് കുറച്ച് ഫ്രണ്ട്സിൻ്റെയും അതുപോലെ ഫാമിലിയുടെയൊക്കെ മെസ്സേജസ് കേട്ടു. ഇനിയും കൂടുതൽ മെസ്സേജസ് ഉണ്ട്. നമുക്കെല്ലാം അറിയുന്ന പോലെ, എനിക്കറിയില്ല എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, ബിജു കാനഡയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്യുന്നത് 1994 ഇവരുടെ വെഡ്ഡിങ് ഡേ ഫാമിലി പറയരുത്. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഡേ, നോട്ട് ദ ഇയർ. യാ, January 3rd to this day. It's today. January 3rd, 2001 25 years. Can we have the lights on, please? Lights. Okay, so it's 25 years to this day. So that's a good coincidence and a blessing. ബിജു നമുക്കെല്ലാം അറിയാം, ആലപ്പുഴയിൽ നിന്നാണ്. മായ തൊടുപുഴയിൽ നിന്നാണ്. അവർ ജാനുവരി
2001 അവരെ കല്യാണം കഴിഞ്ഞ് അവർ രണ്ടുപേരും ഹോസ്പിറ്റൽ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ബിജു IT ഫീൽഡിലാണ്. മൈക്കിൾ ഗാരൻ ഫോർമലി ടൊറോണ്ടോ ഈസ്റ്റ് ജനറൽ ഹോസ്പിറ്റൽ. മായ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ബിജു ഇവിടെ വന്ന കാലം മുതൽ തന്നെ മ്യൂസിക്കിനോടും അതുപോലെ എൻ്റർടൈൻമെൻറ്റിനോടും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു. ബിജുയുടെ ഡൈനാമിസം പലപ്പോഴും അതിനോട് പിടിച്ച് നിൽക്കാൻ ബാക്കിയുള്ളവരൊക്കെ വളരെ ബുദ്ധിമുട്ടുന്നതാണ് കണ്ടിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ബിജുയുടെ ഒരു സംഭാഷണത്തിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിജുയുടെ എന്താ പറയുക വിഷനൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിളി പോകും. പക്ഷേ അത്ര കമ്മിറ്റഡാണ് ബിജു. ബിജു ഇപ്പോൾ ഒരു 10-15 കൊല്ലമായിട്ട് മാളി എൻ്റർടൈൻമെൻറ്റ് ഗ്രൂപ്പിൽ കൂടെ വളരെ അധികം പ്രോഗ്രാംസ് നമുക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി മെസ്സേജസ് വരാനുണ്ട് സെലിബ്രിറ്റീസിൻ്റെയൊക്കെ. ഇപ്പോൾ നമ്മൾക്ക് ബിജുവിനും മായയ്ക്കും എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. So it's over to Biju and Maya. 25 years, I don't know. എങ്ങനെയാണ് 25 years കടന്നു പോയെന്നൊന്നും അറിയില്ല. ഇറ്റ്സ് ഗോൺ. ഇപ്പോഴും അതിൻ്റെ ഒരു സീരിയസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പഴയ കണക്ക് തന്നെയാണ്. കല്യാണം കഴിച്ച് ആദ്യം കഴിച്ച് അന്നാണ് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടും അതിൻ്റെ ഒന്നുമില്ല. അന്നും ക്ലബിലുമൊക്കെ കല്യാണം കഴിച്ചിട്ടൊക്കെ പോകുമായിരുന്നു കാര്യങ്ങളൊക്കെ. ഞങ്ങൾ രണ്ടുപേരും 2 ചുറ്റുപാടിൽ നിന്ന് വന്നതാണ്. ഞാനൊരു സാധാരണ ഫാമിലിയിൽ നിന്നും ഇതിപ്പം പപ്പ തന്നെ എല്ലാം ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഫാമിലി. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻ്റെ ഫാദർ ഗൾഫിലായിരുന്നുണ്ട്, അപ്പച്ചൻ ഗൾഫിലായിരുന്നുണ്ട്. അമ്മച്ചയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് കണ്ടു പഠിച്ചു. ഒരു ഇൻഡിപെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് അതുപോലെ വളർത്താനും ഒക്കെ നോക്കും. പക്ഷേ ഇവിടെ നേരെ തിരിച്ച് അപ്പം എന്ത് കാര്യത്തിനും പപ്പായെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. പപ്പായാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടുണ്ട് ആ ഒരു എക്സ്പെക്റ്റേഷനും എനിക്കും തിരിച്ച് എക്സ്പെക്റ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതുപോലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു കാര്യങ്ങൾ. പക്ഷേ ഒരു വളരെ ഇതായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ തന്നെ അസോസിയേഷൻ ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ്, മ്യൂസിക്, എൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഇതെല്ലാം ഇങ്ങനെയൊക്കെ എവിടെയൊക്കെ കറങ്ങി നടന്നു കഴിഞ്ഞാലും വേറെ ആരും അതുപോലൊന്നും അലോ ചെയ്യത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാലും ഇച്ചിരി ഒന്നും പറയാറില്ല. ഇപ്പം വീടുകളിൽ പോകുന്നത് ഞങ്ങളെല്ലാം കൂട്ടുക എത്രയും വീടുകളിൽ കൂടിയൊക്കെ വളരെ കുറവായി. അതിന് മാത്രം ആൾക്കാർ നമ്മുടെ വീടുകളിൽ. പണ്ടൊക്കെ എല്ലാ വീക്കെൻഡ്സിലും ആരുമില്ലേ. അപ്പോൾ ആരും ഇല്ലെങ്കിൽ പറയും ഇന്നാരും വരുന്നില്ലെന്ന് മായ എന്നെ ചോദിക്കും, ആരെങ്കിലും വിളിക്ക്. അങ്ങനെയുള്ള കുറേ പോസിറ്റീവ് വശങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഞാനങ്ങ് ഈ പറഞ്ഞ കണക്ക് ഗൗരവക്കാരനായിട്ട് ഇരുന്ന്, കാരണം എന്നെ ഒരു പ്രകൃതം അങ്ങനെയാണ്. കാരണം എൻ്റെ അപ്പൻ്റെ ഒരു പ്രകൃതമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൻ എന്നെ അങ്ങനെ വളർത്തിക്കൊണ്ടാണ് എനിക്കൊരു പക്ഷേ ഇച്ചിരി റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ചില കാര്യങ്ങളൊക്കെ എനിക്ക് സമയത്ത് ചെയ്യാൻ പറ്റുന്നതും കുറച്ച് പ്ലാനിങ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഓരോ കാര്യങ്ങളാണ്. ഞങ്ങൾ രണ്ടുപേരും ഈ പറഞ്ഞ കണക്കിന് ടേസ്റ്റുകൾ ഒരുപാട് വ്യത്യാസങ്ങളാണ്. എങ്കിൽ പോലും അതൊന്നും ഈ 25 വർഷം കടന്നു പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ അതൊക്കെ പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണുകയാണ്. ഞാൻ 28 പേരെ കെട്ടി. പലത്തിൻ്റെ അടുത്ത കൂട്ടുകാർക്ക് എല്ലാവർക്കും 28 പേരെ കെട്ടിയല്ല കാണാം. അപ്പോൾ 28ാമത്തെ ആളായത്. അന്നത്തെ ദിവസം 4 പേരെയാണ് കണ്ടത്. രാവിലെ ആലപ്പുഴയിൽ നിന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് നേരെ എറണാകുളത്ത് കണ്ട്, അത് കഴിഞ്ഞ് ചാലക്കുടി കണ്ട്, ചാലക്കുടിയിൽ ഓൾമോസ്റ്റ് ഹാഫ് ഉറപ്പിച്ചു. തൃശ്ശൂർ എത്താൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഇവിടെ തൊടുപുഴക്കാർ കാത്തിരിക്കുക. നേരെ ഡ്രൈവ് ചെയ്ത് 2 മണിക്ക് തൊടുപുഴ എത്താമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ രാത്രി 8 മണിയാണ്. പുള്ളിക്കാരെ തുണിയൊക്കെ കഴിച്ച് മാറിയിരിക്കാൻ പോയപ്പോൾ ഞാൻ കയറി ചെല്ലുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അപ്പനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഞാൻ അപ്പനോട് പറഞ്ഞു ഓക്കെ ഞങ്ങൾ റെഡിയാണ്. എൻ്റെ ഇറ്റപ്പനോട് പറഞ്ഞു അപ്പനെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് നമുക്കിതങ്ങ് ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ ഓക്കെ റെഡി എന്നിട്ട് ഞങ്ങൾ ഓക്കെ ആണെന്ന് അവിടെ വെച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നേരെ അതും കഴിഞ്ഞ് നേരെ കുട്ടനാടി ചെമ്പ് രാത്രി 10 മണിക്ക് അടച്ച എണ്ണേക്കാണ് കുവൈറ്റിൽ നിന്നുള്ളൊരു പുള്ളിക്കാർ കാത്തുണ്ട്. പക്ഷേ ഇവിടെ എന്തായാലും സംഭവങ്ങളാണല്ലോ എന്ന് വെച്ചിട്ട് അവിടെ അവർ നോക്കിയിരിക്കുന്നതുകൊണ്ട് അവിടെയും കൂടെ കയറി നെക്സ്റ്റ് 1 വീക്കിനുള്ളിൽ കല്യാണം നടന്നു, കാര്യങ്ങൾ നടന്നു, എല്ലാം കൂടെ നടന്നു. അതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇവരുടെ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് എന്നെ ഞാൻ ആക്ച്വലി ഇവിടുന്ന് മായയുടെ ബ്രദർ മാത്തുക്കുട്ടി
മാത്തുക്കുട്ടിയും പല ആൾക്കാരുമായിട്ടൊക്കെ വിളിക്കുന്നുണ്ട് വന്ന് കാണും എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് അത്യാവശ്യം ഇച്ചിരി ദൂരക്കൂടുതലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളൊന്നും ശരിക്കും പറഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ പുള്ളിക്കൊരു വാശിയേക്ക് ഇവനെ ഇവിടെ കൊണ്ടുവന്ന് പുള്ളിക്കാരനെ കാണിച്ചിട്ടേ ഉള്ളൂ പറഞ്ഞിട്ട് പല ആൾക്കാരെ കൊണ്ട് വിളിപ്പിച്ച് അങ്ങനെ കാണാമെന്ന് കണ്ടു. ഇതൊക്കെ ഒരു നിമിത്തമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്തുള്ള സുഹൃത്തുക്കൾക്ക് ഈ കഥകളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ എനിക്കിപ്പം ഓർക്കുന്ന കുറേ കാര്യങ്ങൾ അതൊക്കെയാണ്. ഞങ്ങൾക്ക് 2 പേർക്കും 3 കുട്ടികൾ വേണമെന്ന് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് 2 പ്രാവശ്യമായിട്ട് 3 കുട്ടികളെ കിട്ടി. മായ്ക്കൊരു പരാതിയുണ്ട്, പക്ഷേ കാരണം പിന്നെ മെറ്റേണിറ്റി ലീവ് 2 വർഷം കിട്ടിയുള്ളൂ, 3ാമത്തെ കിട്ടിയിട്ടില്ല. അതിട്ടൊരു ഒരു പരാതിയുണ്ട്. ഇപ്പോൾ 1.5 വർഷമൊക്കെയാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും പരാതി കൂടി. അപ്പോൾ എനിവേ അത് പിള്ളേരുമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സാഹസവും കാര്യങ്ങളും അന്നത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരിക്കലും പിള്ളേരെ കൊണ്ട്. പക്ഷേ ഏറ്റവും ഞാൻ സമ്മതിച്ചു തരുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ട് ഷീ വാസ് വർക്കിംഗ് ഫോർ ദ വീക്കെൻഡ്സ് ഓൺലി ഫോർ ദ ലാസ്റ്റ് ഒരു കല്യാണം കഴിച്ചിട്ട് ഫസ്റ്റ് ഒരു 15-20 years ഒരു ലാസ്റ്റ് വീക്കെൻഡ്സ് മാത്രം ജോലി ചെയ്യുക. അതായത് ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. നമ്മളെല്ലായിടത്തും കറങ്ങി ഞാൻ പിള്ളേരുമായിട്ടും കൊണ്ടുപോകും. ഹി ഹാസ് നോ എൻ്റർടൈൻമെൻറ്റ്സ്. അതിനൊരു മാറ്റം തുടങ്ങിയിട്ട് 5-6 മാസമായിട്ടുള്ളൂ, 5-6 വർഷമായിട്ടുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിനകത്തുണ്ട്. അയാൾ പറയാനില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പിള്ളേരുടെ കാര്യം, പിള്ളേർ ഈ പറഞ്ഞ കണക്ക് തന്നെ മറ്റുള്ള കമ്പയർ ചെയ്യുന്നൊന്നും പാടില്ലെങ്കിൽ പോലും ഐ എം വെരി ഹാപ്പി വിത്ത്. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻ ഭയങ്കര വലുതായതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ പറയണക്ക് അത് ഒരു എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിക്കും എല്ലാം ഓക്കെയാണ്. പക്ഷെ ചിലപ്പോൾ ഓക്കെ അല്ല. എൻ്റെ ഒരു രീതി വേറെയാണ്. അതിപ്പോൾ എൻ്റെ കൂട്ടുകാരും എല്ലാവരും പറയും കുറേ കാര്യം. പിന്നെ എൻ്റെ കുറച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ജീവിതത്തിൽ കുറച്ച് നഷ്ടങ്ങൾ കുറച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ലോസ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ നമ്മളിൽ നിന്ന് കടന്നുപോയി. അത് പറയുന്നതിന് അതിനു മുമ്പ് തന്നെ എൻ്റെ കുറച്ച് നല്ല ഫ്രണ്ട്സുണ്ട്. എൻ്റെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചേച്ചിയെക്കുറിച്ച് ഞാൻ പറയാം. അത് എൻ്റെ ഏറ്റവും വലിയ ഒരു വിങ്ങലാണ്. അത് ചേച്ചിയെക്കൊണ്ട് ഞാനത് പറയാം. അപ്പോൾ അത് ഒരു വലിയൊരു വിങ്ങൽ തന്നെയാണത്. അതിനോടൊപ്പം തന്നെ എൻ്റെ കൂടെ അന്നു മുതൽ എല്ലാത്തിനും ഉണ്ടായിരുന്ന എൻ്റെ അളിയൻ ജോയി അളിയനാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും പുള്ളി ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞങ്ങളെല്ലാം കൂടെ ഞങ്ങളൊരു 7 പേര് ഒരുമിച്ചാണ് നാട്ടിൽ നിന്ന് വരുന്നത്. 7 പേരെയും കൊണ്ട് പുള്ളി കൊണ്ട് നടക്കുന്നു, അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്നതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റുന്നല്ല കാര്യമില്ല. റിയലി അപ്രീഷിയേറ്റ് അറിയാം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഇതാണത്. അത് എനിക്ക് ചിറകൊടിഞ്ഞൊരു നേരം ചിറകുമായൊരു മാലാഖ അരികിൽ വന്നു ചിറകു തന്നു ഹൃദയമായി പാൽ ബലമേകി. ചിറകൊടിഞ്ഞൊരു നേരം ചിറകുമായൊരു മാലാഖ പിന്നെ അതുപോലെ തന്നെ ഒരു വേറെ ഉള്ളത് എൻ്റെ ബാക്കി പറയാൻ പറ്റുന്നില്ല. എനിവേ എൻ്റെ കുറേ ഒരുപാട് നല്ല ഫ്രണ്ട്സ് എനിക്കുണ്ട്. എൻ്റെ അതുപോലെ തന്നെ ഞാൻ അളിയനെ പറഞ്ഞു, അതുപോലെ തന്നെ സെയിന്, എൻ്റെ എല്ലാവരും പെങ്ങന്മാർ എല്ലാവരും ഞങ്ങൾ വളരെ ഒരു ചെറിയ കുടുംബമാണ്, സന്തുഷ്ടമായ കുടുംബമാണ്. അപ്പം വളരെ പൈസയെക്കുറിച്ചോ അങ്ങനെയുള്ള കീഴിയായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ ഒരു സന്തോഷവും സമ്മാനവും ഇതൊരു ആവശ്യത്തിന് എല്ലാവരും കൂടെ ഉണ്ടാവും. അതൊരു വളരെ ബെസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും.
സെയിനാണെങ്കിലും സെയിൻ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ സെയിൻ്റെ ജീനയുടെ കൂടെ എൻ്റെ ഇളയ പെങ്ങളുടെ കൂടെ താമസിക്കുന്നത്. അവരെ ടേക്ക് കെയർ ചെയ്യുന്നതൊക്കെ സെയിന. തോമസ് ചേട്ടൻ, ജസ്റ്റ് ചേച്ചി, ഇവർ എല്ലാവരും ഞങ്ങൾ ബിനു എന്ത് കാര്യത്തിനകത്തുകൊണ്ട് എല്ലാവരും എൻ്റെ അപ്പം എൻ്റെ എല്ലാവരെയും ജിഷ ജീന എല്ലാവരെയും പ്രത്യേകം ഞാൻ ഇതാവുകയാണ്. അവരുടെ ഫാമിലി, പിള്ളേരും എല്ലാവരും. അതുപോലെ തന്നെ എനിക്ക് നാട്ടിൽ അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ചേച്ചി എനിക്ക് വളരെ എന്നെ ഈ നിലയിൽ എൻ്റെ ലീഡർഷിപ്പ് സ്കാനുകളൊക്കെ കൊണ്ടുപോകാനായിട്ട് വളരെയധികം പുള്ളിക്കാരി കഴിഞ്ഞ വർഷം മരിച്ചുപോയി. എൻ്റെ അമ്മയെപ്പോലെ തന്നെയുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ എന്നെക്കുറിച്ച് പറയുമ്പം മുമ്പോട്ട് വരുന്നത്. മയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ചിലൊന്നും എല്ലാം ഒന്നും കറക്റ്റായിട്ട് എനിക്ക് കിട്ടുന്നില്ല, കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ, ഞങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിനകത്ത് ഒരുപാട് സെബാർട്ടിയേട്ടൻ്റെ അവിടെ നിന്നാണ് ഞങ്ങളെല്ലാവരും കേരള കോളനി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ മെഡോകുളം പ്ലേസിലായിരുന്നു. ഞങ്ങളൊരു 10 ഈ കൂട്ടത്തിലുള്ള 10-30ഓളം മലയാളി ബാച്ചിലേഴ്സ് ആയിരുന്നു ഞങ്ങൾ മിക്കവാറും എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അതിനുശേഷം സെബാർട്ടിയേട്ടൻ്റെ വീടുകളിൽ പോയി കരിയോക്കി ഞങ്ങൾ അന്ന് അങ്ങനെ ആ ഒരു ബന്ധങ്ങളും കാര്യങ്ങളും തുടർന്ന് ഇപ്പോഴും ഞങ്ങൾ മന്ത്ലി കരിയോക്കി ഞങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ട് പോകുന്നുണ്ട്. വളരെ ഇൻഫ്ലുവൻസ് ആയിട്ട് എനിക്ക് മായക്കുമായിട്ടുള്ളത് എനിക്ക് ആനി ആൻഡ് ഗണപതി ആൻഡ് ആനി വളരെ ക്ലോസ് ആയിട്ട് എല്ലാ കാര്യത്തിനകത്ത് എന്തിനും അറിഞ്ഞു നിൽക്കുന്ന ഒരു പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് വളരെ അത് വളരെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു ആൾക്കാരവർ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേരൊന്നും പറയാനായിട്ട് പറ്റത്തില്ല, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നഷ്ടങ്ങൾ പറയുകയാണെങ്കിലും മായയ്ക്കുണ്ട് ഒരുപാടല്ല. മായയുടെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് മായയുടെ പവറാണ്. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. പപ്പയെപ്പറ്റി പറഞ്ഞ് തന്നെ തുടങ്ങാം. കൂടുതലൊന്നും എനിക്ക് പപ്പയെപ്പറ്റി പറയാൻ പറ്റത്തില്ല. അത്ര കെയറിങ്, ലവിങ്, ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് പപ്പായെ. ഐ ആം ഷുവർ യു ആർ വാച്ചിങ് മീ ഫ്രം ഓക്കെ. പപ്പയെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്കൊരു കൊച്ചു ഇൻസിഡൻറ്റ് പറഞ്ഞ് തുടങ്ങാനാണ് എനിക്കിഷ്ടം. ഞാൻ വരുന്നത് ഒരു പക്ക കാത്തലിക് ഫാമിലിയിൽ നിന്നാണ്. കുടുംബ പ്രാർത്ഥനകൾ നിർബന്ധം. എത്ര ലേറ്റായാലും കൊച്ചു കൊന്തയായാലും ചെല്ലിയിട്ട് കിടക്കണം എന്ന് വാശിയുള്ള ഒരു കുടുംബം ഞങ്ങളുടെയല്ല. പപ്പ അത് നിർബന്ധിക്കും, ഫോഴ്സ് ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് ഓർമ്മയുള്ളത്, പപ്പ ഒരു ബിസിനസ്മാനാണ്, മമ്മി ടീച്ചറാണ്. പപ്പ എത്ര തിരക്കായാലും ഓഫീസ് ഒരു 6:45 പൂട്ടിയിട്ട് പപ്പ വരും. 7 മണിയാക്കുമ്പോൾ പപ്പ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പഴയ വീടിന് കുറേ സ്റ്റെപ്പുണ്ട്. പപ്പ ആ സ്റ്റെപ്പിലിരിക്കും. 10 മിനിറ്റ് കഴിയുമ്പം മമ്മി പപ്പയുടെ കൂടെ ജോയിൻ ചെയ്യും. എനിക്ക് 2 ആങ്ങളമാരാണ്, മൂത്തതും ഇളയതും. പപ്പായും മമ്മി ഇരിക്കുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കുമല്ലോ എന്നോർത്തത് കേൾക്കാൻ ഞാനും അവിടെ പോയിരിക്കും. അതൊരു റുട്ടീനാണ്. കുറച്ച് കഴിയുമ്പം ചേട്ടൻ ജോയിൻ ചെയ്യും. ഇളയ ആങ്ങൾ ഇവിടെ തന്നെയുണ്ട്, അവനും കുറച്ച് കഴിയുമ്പം ഒന്ന് ജോയിൻ ചെയ്യും. അത് ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് വരെ മുടങ്ങാത്ത ഒരു കാര്യമാണ്. എനിക്കത് കാണുന്ന ഇപ്പോഴും പോകുമ്പോൾ ഞാൻ ഓർക്കും അത് ഭയങ്കര ഒരു സന്തോഷം. ചില ദിവസങ്ങളിൽ 1/2 മണിക്കൂറാണ് സംസാരിക്കാൻ കിട്ടത്തുള്ളൂ, ചില ദിവസങ്ങളിൽ അത് 1 മണിക്കൂറായിരിക്കും, ചില ദിവസങ്ങളിൽ അത് 1.5 മണിക്കൂറായിരിക്കും. മമ്മിയുടെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയും, പപ്പ അന്ന് ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഞാൻ എൻ്റെ സ്കൂളിലെ കൊച്ചു കാര്യങ്ങൾ പറയും. ചേട്ടൻ കോളേജിലെ കാര്യങ്ങൾ, ജോമോനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അവിടെ ഇരിക്കും. അപ്പം ഞാൻ നാട്ടിൽ പിള്ളേരുമൊക്കെ ആയിട്ട് പോകുമ്പോൾ പപ്പ ഇടയ്ക്ക് പറയാറുണ്ട്, നിങ്ങൾ പുറത്തൊക്കെ വളരുകയും പിള്ളേർ പഠിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടിട്ട് എന്നും ഡെയിലി പിള്ളേരോട് എപ്പോഴെങ്കിലുമൊക്കെ സംസാരിക്കാൻ ടൈം കണ്ടെത്തിയേ പറ്റൂ. 5 മിനിറ്റ് ആയിക്കോട്ടെ, 10 മിനിറ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഡെയിലി ജോലി 12 അവർ ക്ഷീണിച്ചു വരുന്നു, എന്തും ആയിക്കോട്ടെ, ഒരു 10 മിനിറ്റ് ഡെയിലി പിള്ളേരോട് സംസാരിക്കാൻ ടൈം കണ്ടെത്തണം എന്ന് പറയും. പപ്പയോട് സന്തോഷത്തോടെ പറയാൻ പറ്റും. വളരെ കുറച്ച് ദിവസങ്ങളിലേ ഞങ്ങൾ പള്ളിപ്പോക്കൊക്കെ എൻ്റെ മുടങ്ങാറുണ്ട്. പക്ഷെ കുടുംബ പ്രാർത്ഥനകൾ
കൊന്ത വളരെ കുറച്ച് മുടങ്ങിയിട്ടുള്ള ഒരു കുടുംബമാണെന്ന് എൻ്റേത് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. ജോലി കഴിഞ്ഞ് വന്നിട്ടായാലും ഞാൻ പറയും, കുളി കഴിഞ്ഞാൽ ഉടനെ പറയും, കൊച്ചു പ്രാർത്ഥന മതി, പക്ഷെ കൊന്ത ചെല്ലണം, കൊന്ത ചെല്ലാതെ കിടക്കാൻ പറ്റിയല്ല. പിള്ളേർ വന്നിരിക്കും, ഒരിക്കലും അവർ മടി കാണിച്ചിട്ടില്ല കൊന്ത ചെല്ലാനും പ്രാർത്ഥിക്കാനും. അപ്പം ഞാൻ പപ്പായോട് ഇങ്ങനെ പറയും, പപ്പ അന്ന് എനിക്ക് പറഞ്ഞു തന്ന ആ ഒരു വാക്ക് എനിക്കത് കീപ്പപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഐ സ്റ്റിൽ കണ്ടിന്യൂ എവറി ഡേ. ഞാൻ പിള്ളേരോട് എത്ര തിരക്കായാലും, പിള്ളേരോടൊന്നല്ല, ഞങ്ങൾ 5 പേരും കൂടെ കൂടിയിരുന്നുള്ളപ്പം ബിജു അധികം സംസാരിച്ചില്ലെങ്കിലും ഹി ലിസൺസ്, ഹി സിസ് ദ ലിസൺസ്. ഞാൻ പറയും, എനിക്കതും മതി, കേൾക്കുന്നുണ്ട് ബിജുവും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. അതെനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. പപ്പ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. പിന്നെ അതവിടെ പപ്പായെ പറ്റി നിൽക്കട്ടെ. എൻ്റെ ഒരു കുഞ്ഞ് ഫാമിലിയാണ് ഞങ്ങൾ. പപ്പ, മമ്മി, ചേട്ടൻ, ഞാൻ, അത്യാവശ്യം പാമ്പേഡായിട്ട് വളർന്നൊരു പെങ്കൊച്ച്, അനിയൻ. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്നത് അത്യാവശ്യം ഒരു ബിഗ് ഫാമിലിയിലോട്ടാണ്. ഇവിടെ 3, അവിടെ 6 മക്കൾ. പക്ഷേ വളരെ കെയറിങ്, കൺസേൺ. എനിക്ക് നാത്തൂന്മാരെല്ലാവരും വളരെ സപ്പോർട്ടീവാണ്. ഓരോരുത്തരെയായിട്ട് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ആദ്യം അപ്പച്ചനെയും അമ്മച്ചയും സോ കെയറിങ്, താങ്ക് യു സോ മച്ച്. പിന്നെ പറയേണ്ടത് ജി ചേച്ചി, ജോയി ചേട്ടൻ, ചേച്ചി. കാനഡയിൽ വരുമ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക്, അല്ലെ കേരളത്തിൽ നിന്ന് വരുന്നൊരു കൊച്ചിന് കാനഡയിൽ ഒരു കാര്യങ്ങളും അറിയില്ല. ആദ്യകാലങ്ങളിലെല്ലാം പഠിപ്പിക്കുന്നതും എല്ലാം ചെയ്തു തരുന്നതും ചേച്ചി തന്നെയായിരുന്നു. ചേച്ചിയും ചേട്ടനും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ജസ് ചേച്ചി, ചേട്ടാ, ജീന, സുനിത, ബിനു, എല്ലാവരും എപ്പോഴും സോ സപ്പോർട്ടീവായിരുന്നു. സെയിൻ, ആരെയും മറന്നുപോയിട്ടില്ല. ജിഷ വെയിൽസ്, നിങ്ങളെ ഒരുപാട് ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം. ബട്ട് ഐ വിൽ സെൻഡ് യു ദ പിക്ചർ. പിന്നെ പറയാനുള്ളത്, ഈ കൊച്ചു ഫാമിലിയിൽ നിന്ന് വലിയ ഫാമിലിയിലേക്ക് പോയപ്പോൾ ആദ്യമൊക്കെ ഓർത്തു എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന്. പക്ഷേ ഒരു കാര്യത്തിനും ഒരിടത്തും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടില്ല, അങ്ങനെ അങ്ങ് പോയി. ബിജുവിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് കഴിവുകളുള്ള, വെൽ ഓർഗനൈസ്ഡ്, എന്ത് കാര്യങ്ങളും ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി. എനിക്കോ ഒരു കാര്യങ്ങളും ഡീൽ ചെയ്യാൻ അറിയില്ലാത്ത ഒരു വ്യക്തി. ഞങ്ങൾ തമ്മിലുള്ള അന്തരം A to Z ആണ്. എങ്കിലും ഞങ്ങൾ തട്ടിമുട്ടിയൊക്കെ ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, വലിയ ഡാമേജസ് ഒന്നും ഇല്ലാതെ അങ്ങനെ 25 വർഷം പൂർത്തിയാക്കി. മക്കളെ പറ്റി പറയുമ്പം കിച്ചുപ്പാച്ചു, മാളു, എവിടെയാണ്? ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മമ്മിക്ക് പല കാര്യങ്ങൾക്കും കഴിവില്ല എന്നറിഞ്ഞു തന്നെ പല കാര്യങ്ങളും നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു. ഐ ലവ് യു ടു എ ലോട്ട്. എല്ലാ കാര്യങ്ങളിലും മമ്മിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കണ്ട് എവരിത്തിങ് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. ഒരു വഴക്കുണ്ടായാൽ പോലും മമ്മിക്ക് സ്പേസ് കൊടുക്കൂ. മമ്മി നാളെ സംസാരിക്കും, ഇച്ചിരി കഴിയുമ്പോൾ മമ്മി സംസാരിക്കും. ഗീവ് ഹർ സ്പേസ്, ഷീൽ കം ബാക്ക്, വിൽ മേക്ക് ഷുവർ ഷീസ് ഓക്കെ എന്ന് പറയുന്ന 3 മക്കൾ. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ എ ലോട്ട്. ഇനി എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ബിജു കല്യാണം കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, മായ എൻ്റെ 3ാമത്തെ ഭാര്യയാണ്. എൻ്റെ ആദ്യത്തെ ഭാര്യ മ്യൂസിക്, സെക്കൻഡ് ഭാര്യ എൻ്റെ ഫ്രണ്ട്സ്, മായയ്ക്ക് 3ാമതേ ഉള്ളൂ എൻ്റെ ലൈഫിൽ സ്ഥാനമുള്ളൂ എന്ന് പറഞ്ഞു. സോ പിന്നെ എനിക്കിനി അവിടെ കൂടുതലൊന്നും ശകയേണ്ട കാര്യമില്ല. മൈ പൊസിഷൻ ഈസ് ദാറ്റ്. സോ ദാറ്റ്സ് ഓക്കെ. ദാറ്റ്സ് ഓക്കെ. ബട്ട് ഹീ ഈസ് സോ കെയറിങ്. എന്ത് കാര്യത്തിനും ആദ്യം ഒന്ന് ചാടിക്കും, പക്ഷെ എന്ത് കാര്യത്തിനും എനിക്ക് ഒരു ഷോൾഡർ ഉണ്ട് താങ്ങാൻ. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു എ ലോട്ട്. പിന്നെ ഞങ്ങൾക്കൊരു നല്ല ഫ്രണ്ട്സ് ഗ്രൂപ്പുണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ ഫാമിലിയെ മെൻഷൻ ചെയ്തു. ഐ ഹോപ്പ് ഞാൻ ആരെയും മിസ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്കൊരു പോട്ട്ലക്ക് ഗ്രൂപ്പുണ്ട്. ഞങ്ങളുടെ ടീം ലീഡായിട്ട് ഞങ്ങൾക്ക് സെബാറ്റിയായിട്ട് മേഴ്സ് ചേച്ചി, ഞാൻ മന്നി അന്ന് തൊട്ട് കുക്കിങ്ങിൻ്റെ ബാലപാഠങ്ങൾ തൊട്ട് എന്നെ എല്ലാം പഠിപ്പിച്ചത് മേഴ്സ് ചേച്ചിയാണ്. ഇന്നെനിക്ക് അഭിമാനത്തോടെ പറയാം, ഐ എം എ ഗുഡ് കുക്ക്. ഓക്കെ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ 10 പേരുണ്ട്. ആനി, ഗണപതി, പ്രയർന്നല്ല പറഞ്ഞത്. ഞങ്ങളുടെ പോട്ട്ലക്ക് ഗ്രൂപ്പിൽ ഞങ്ങൾ 10 ഫാമിലി. എന്ത് കാര്യത്തിന് ഞങ്ങൾക്ക് എപ്പോഴും അവരെ അപ്രോച്ച് ചെയ്യാം. എപ്പോഴും ഞങ്ങൾ കൂടാറുണ്ട്. ഗണപതി, ബിജു, ഡിംപിൾ, ആനി, ആ കൂടെ സുനിത, ബിനു ഉണ്ട്. ബിജു പേര് പേരൊക്കെ പറഞ്ഞല്ലോ. ഷീബ, ബെന്നി, ഷാജി, ഷീബ, നൂതൻ, സാവിയോ, ആൻറ്റോ,
സുമി, എല്ലാവരോടും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാം കമ്പനി കാരണമാണ് ഞങ്ങളുടെ ലൈഫ് ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് പോയത്. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ഇന്ന് വരെ ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ ഞാൻ എല്ലാവരെയും കണ്ടിട്ടുണ്ട്. അയ്യോ, ഞാൻ പറയാൻ മറന്നുപോയ ഒരു പേര്. ബിജു എപ്പോഴും പറയും, മായ്ക്ക് ഇവിടെ ഫ്രണ്ട്സ് ഉണ്ടോ? എൻ്റെ ഫ്രണ്ട്സ് അല്ലേ എല്ലാം, മായ്ക്ക് ഇവിടെ ഫ്രണ്ട്സ് ഉണ്ടോ? എനിക്കുണ്ട്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. എൻ്റെ കിൻഡർ ഗാർഡൻ എന്ന് പറയുന്നില്ല, 5ാം ക്ലാസ് തൊട്ട് ഉണ്ടായിരുന്ന എൻ്റെ ബെസ്റ്റ് ബഡി ജിഷ ഇവിടെയുണ്ട്. ജിഷ ആൻഡ് ജെറാൾഡ്. ഞങ്ങളിപ്പോഴും സൗഹൃദം 1-2 ദിവസം എന്ന് പറഞ്ഞാൽ പോലും വിളിച്ച് ഞങ്ങൾ കീപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ജെസ്സി നിക്സൺ എനിക്ക് മറക്കാൻ പറ്റിയല്ല. ഞങ്ങളുടെ ട്രാവൽ പാർട്ട്നേഴ്സാണ്, എപ്പോഴും എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെയുണ്ട്. എനിക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ സ്ഥലത്തെ കാര്യങ്ങൾ അറിവില്ലായ്മയോ എന്തെങ്കിലും വന്നാൽ ജെസ്സിയെ വിളിച്ചാൽ ജെസ്സി ഓൾവേസ് ഹാവ് ആൻ ആൻസർ. എന്തെങ്കിലും പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാനും ഒരു സൊല്യൂഷൻ അതിന് കണ്ടുപിടിക്കാനും പറ്റാറുണ്ട്. ഞാൻ ആനിയെയും ഗണപതിയും മറന്നിട്ടില്ല. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഇടവും വലവുമായിട്ട് എല്ലാ ആവശ്യങ്ങൾക്കും ഗണപതിയും ആനിയും എപ്പോഴും ഉണ്ടായിരുന്നു, അന്നും ഇന്നും. ഞാൻ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ലവ് യു ഓൾ. ഞങ്ങള ജോമോൻ, അയ്യോ ഞാൻ മിസ് ചെയ്ത്, നീ എന്നെ കൊന്നുകളയോ, എവിടെയാണ് നീ? എല്ലാ കാര്യങ്ങളിലും എന്താവശ്യമുണ്ടെങ്കിലും എനിക്ക് എപ്പോഴും വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ശബ്ദം മാറിയാൽ അവന് മനസ്സിലാകും, എൻ്റെ ഒരു മുഖഭാവം മാറിയാൽ അവന് മനസ്സിലാകും. ഐ ലവ് യു ലോട്ട് ജോമോനെ. നീ ഇല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ഈ മെസ്സേജൊക്കെ വീട്ടിൽ കേട്ടാൽ എനിക്ക് മൂത്തി ഒരു ആംഗ്ലയും കൂടെയുണ്ട്. സോ ഗുഡ്, സോ നൈസ്. എനിക്ക് പറയാനറിയില്ല വാക്കുകൾ കൊണ്ട്. പപ്പ പോയി കഴിഞ്ഞപ്പോൾ പപ്പായുടെ സ്ഥാനം ഏറ്റെടുത്തു. എന്നെ പപ്പായെ പോലെ തന്നെ നോക്കുന്ന മൂത്ത ആങ്ങള. ഞാൻ മറന്നിട്ടില്ല, മറക്കുകയില്ല. മമ്മി, നാത്തൂൻ, എല്ലാവർക്കും സോ ഗുഡ്. ദാറ്റ്സ് ഇറ്റ്. Okay, we'll have the cake cutting first and then we'll do the toast. Everybody put your hands together. Biju and Maya, 25 years. Yeah! Yeah, here's to another 50. Hello. Thanks everyone joins us for our Silver Jubilee here. Thank you very much. Really appreciate it. It's a lot for us. അപ്പം 25 വർഷത്തെ ഒരു അടുത്ത 25 വർഷം കൂടെ പോട്ടെ എന്നുള്ള ലവ്യമായ താങ്ക് യു ഒരുപാട്. Thank you all. Thank you. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും
ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരികയെന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരികയെന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. താങ്ക് യു. ബിജുവിൻ്റെ പല ഷോകളിലും ഭാഗമായിട്ടുള്ള പല സെലിബ്രിറ്റീസിൻ്റെയും മെസ്സേജസ് വന്നിട്ടുണ്ട്. വിവാഹ ആശംസകൾ അറിയിച്ചിട്ട് നമ്മളത് പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം ചില സെലിബ്രിറ്റീസിൻ്റെ പാട്ടുകൾ നമ്മളിവിടെ പാടുന്നതായിരിക്കും. അതാണ് ഒരു 7-8 പാട്ടുകൾ ഉണ്ടായിരിക്കും. വേളിക്കു വെളുപ്പാങ്കാലം തായിക്കു വെളുത്തോല തോളിക്ക് കണ്ണീരാവൽ ശ്രീയോല
തിരുമൂർത്തി കോലത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം നൂറുടത്തിലൂറു തേച്ചുവായാടി തത്തമ്മോ പഴുക്കടയ്ക്ക് തോന്നുമെന്നോ പറയുന്ന നൂറുടത്തിലൂറു തേച്ചുവായാടി തത്തമ്മി പഴുക്കടയ്ക്ക് തോന്നുമെന്നോ പറയുന്ന ഓലക്കുട കയ്യിലെടുത്തോ വെളുത്തവാനേ ഓലക്കുട കയ്യിലെടുത്തോ വെളുത്തവാനേ കാലുകെട്ടി കൊല്ലത്തിരുവായോ കല്യാണത്തുമ്പി കാക്കാലത്തുമ്പി വേളിക്കു വെളുപ്പാങ്കാലം കാലിക്കു വെളുത്തോല കോഴിക്ക് കണ്ണീരാവ് സിന്ദൂരത്തിനോ ആലവട്ടം വീശിയില്ലേ പനയോലക്കരുമായി കൊത്തുവിളക്കി തിരികിട്ടില്ലേ കട്ടിയൊരുക്കിയില്ലേ ആലവട്ടം വീശിയില്ലേ പനയോലക്കരുമായി കൊത്തുവിളക്കി തിരികിട്ടില്ലേ കട്ടിയൊരുക്കിയില്ലേ പാണപ്പുഴ പനിയെ തൂകിയ കിഴക്കിനി പാണപ്പുഴ പനിയെ തൂകി കിഴക്കിനിപ്പഴകിൽ വളർത്തുകാലിൽ ചകത്തുവായോ വീരാളിക്കാറ്റേ നന്നായിക്കോയേ നാട്ടുകാരി വേളിക്കു വെളുപ്പാങ്കാലം താരിക്കു കുറുത്തോല കോടിക്ക് കന്നിടാവും സിന്ദൂരത്തിനു മൂവന്തി കോലത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം ഹായ് ബിജു മായ. ഒരു വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത് പോലെയല്ല 25th ഇയേഴ്സ് ഓഫ് വെഡിങ് എന്ന് പറയുന്നത്. സിൽവർ ജൂബിലി കുടുംബജീവിതത്തിൽ ആഘോഷിക്കുന്ന ബിജുവിനും മായയ്ക്കും ആശംസകൾ നേരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് 25 വർഷം ദാമ്പത്യ ജീവിതത്തിൽ പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കിച്ചുപാച്ചുവിനെയും മാളുവിനെയും മായയെയും ബിജുവിനെയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കാണുമ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെയാണ് ബിജുവുമായി ഇപ്പോഴും. കിച്ചുവും ബാച്ചുവും മാളുവും ഒക്കെ വലിയ കുട്ടികളായി. നിങ്ങളിപ്പോഴും കുസൃതിയും സ്നേഹവും സന്തോഷവും കെയറും ഒക്കെ ആയിട്ട് 25 വർഷം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ യാത്രയിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ് കേരളത്തിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്. ഈ സന്തോഷ നിമിഷത്തിൽ നിങ്ങളോടൊപ്പം അവിടെ ഉണ്ടാകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. തീർച്ചയായും ഇനി നമ്മൾ കാണുന്ന ദിവസമാണ് നമ്മളത് ആഘോഷിക്കാൻ പോകുന്നത്. പ്രാർത്ഥനയിൽ ഓർക്കുന്നു, ഇനിയും ഈ ജീവിതം വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ചെറിയ വഴക്കും പിണക്കങ്ങളോടെ മുന്നോട്ട് അനസ്യൂതം അഭംഗുരം തുടരട്ടെ. ഈ 25th ഇയറിന് സിൽവർ ജൂബിലിക്ക് എല്ലാവിധ ആശംസകളും. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹായ് ബിജു, വളരെ സന്തോഷം. ബിജുവിൻ്റെയും സഹധർമ്മിണി മായയുടെയും
25ാം വാർഷികമാണ് നിങ്ങൾ ആഘോഷിക്കാൻ പോകുന്നത് ഈ വരുന്ന 2026 ജനുവരി 3-ാം തീയതി. ബിജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് വളരെ പേഴ്സണലായി എൻ്റെ ലൈഫിലെ ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാക്കി തന്ന വ്യക്തിയാണ്. മറ്റൊന്നുമല്ല, ഞാൻ ആദ്യമായിട്ട് അമേരിക്ക സന്ദർശനം നടത്തുന്നത് ബിജു എൻ്റെ കാതോടു കാതോരം എന്ന പേരിലുള്ള ഒരു ഷോയിലൂടെയാണ്. ഏതാണ്ട് 15 വർഷമായി വളരെ ഭംഗിയായി നടന്നൊരു ഷോയാണ്. ഇപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ അവിടെ ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ബിജുവിനെ അറിയാം. വളരെ അടുത്താണല്ലോ US എന്ന് പറയുന്നത്. എങ്കിലും ഈ നിങ്ങൾ ഈ 25 വർഷം പൂർത്തിയാക്കി സസന്തോഷം ഇനിയും ഒരു 75 വർഷം മതി. ഒരു 75 വർഷം ഗംഭീരമായിട്ട് നിങ്ങൾ ആഘോഷിച്ച് ജീവിക്കുക, സന്തോഷിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷം. 2 പേർക്കും കുടുംബത്തിലുള്ള മറ്റെല്ലാവർക്കും എൻ്റെ സ്നേഹ ആശംസകൾ നേരുന്നു. ചിറകിലു
ഹായ് ബിജു, മായ. ഇത് നിങ്ങളുടെ 25ാമത് വെഡിങ് ആനിവേഴ്സറി ഡേ ആണ്. നിങ്ങൾ രണ്ടുപേരും എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. ഇന്ന് നിങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൽ ഞാനും പങ്കുചേരട്ടെ. എന്നും എപ്പോഴും സർവാനുഗ്രഹങ്ങളും ആയുരാരോഗ്യ സൗഖ്യവും നന്മയും കൂടെ ഉണ്ടാവട്ടെ. കുടുംബത്തിന് ഓൾ ദി വെരി ബെസ്റ്റ്. ആകാശഗോപുരം പൊന്മണിമേടയായി അഭിലാഷഗീതകം സാഗരമായി. ആകാശഗോപുരം പൊന്മണിമേടയായി അഭിലാഷഗീതകം സാഗരമായി. ഉദയരഥങ്ങൾ തേടി വീണ്ടും മരകതരാഗസീമയിൽ സ്വർണ്ണപ്പറവ പാടി നിറമേഘച്ചോലയിൽ വർണ്ണക്കൊടികളാടി അണിലോല കൈകളിൽ. ആകാശഗോപുരം പൊന്മണിമേടയാ. തീരങ്ങൾക്കു ദൂരെ പെൺമുകിലുകൾ കരികിലായി അണയും തോറു മാത്രമാകും ഒരു താരകം. തീരങ്ങൾക്കു ദൂരെ പെൺമുകിലുകൾ കരികിലായി അണയും തോറു മാത്രമാകും ഒരു താരകം. ഹിമചലകണം കൺകോണിലും ശുഭസൗരഭം മകതാരിലും മെല്ലെ തൂവിലോല ഭാവമായ നേരം. ആകാശഗോപുരം പൊന്മണിമേടയാ. സ്വപ്നാരണ്യമാകെ കളമെഴുതുമീ തെന്നലിൽ ഇഴലാടുന്ന കപട കേളിയൊരു നാടകം. സ്വപ്നാരണ്യമാകെ കളമെഴുതുമീ തെന്നലിൽ ഇഴലാടുന്ന കപട കേളിയൊരു നാടകം. കണ്ണിറയുമീ പൂത്തളിരിലും കനതിരയുമീ പൊന്മണലിലും അഭയം നൽകുമാതൃഭാവമായ ജാലം. ആകാശഗോപുരം പൊന്മണിമേടയായി അഭിലാഷഗീതകം സാഗരമായി. ഉദയരഥങ്ങൾ തേടി വീണ്ടും മരകതരാഗസീമയിൽ സ്വർണ്ണ
റാണി നിറമേഘച്ചോലയിൽ വർണ്ണക്കൊടികളാടി കളിരോല കൈകളിൽ ആകാശഗോപുരം പൊന്മണി മേടയാ. Thank you. ഹലോ, 25th ആനിവേഴ്സറി ആഘോഷിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ബിജുവിനും മായയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ നേർന്നുകൊള്ളുന്നു. അതോടൊപ്പം ഒരുപാട് സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരുപാട് വർഷങ്ങൾ സന്തോഷമായി ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹോപ്പ് ടു സീ യു ബോത്ത് വെരി സൂൺ. ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ആലിലത്താലിയുമായി വരുമേ നിങ്ങളെ ഇതിലേ ആവണിപ്പൊയ്കയിൽ കാണപോലും അവരും വധുവായി അരികെ മാനത്തായി മുകിലകല മറയും ഒരു യാമത്തിൽ അനുരാഗമലിയും ഒരു മാനത്തായി മുകിലകല മറയും ഒരു യാമത്തിൽ അനുരാഗമലിയും ഒരു മാംഗല്യം രാവിൽ ആലിലത്താലിയുമായി വരും നിങ്ങളെ ഇതിലേ ആവണിപ്പൊയ്കയിൽ കാണപോലും അവരും വധുവായി അരികെ. മേലമാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായവർ മഞ്ജുളാക്കി സ്വന്തമായ നിമിഷം. മേലമാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായവർ മഞ്ജുളാക്കിയുടെ സ്വന്തമായ നിമിഷം. വരവേൽക്കുമൈനെ നിറമംഗളമരുളു കോകിലമേ, വരവേൽക്കുമൈനെ നിറമംഗളമരുളു കോകിലമേ, സുരവിലമായൊരു മണിയറമെനയും മധുവന മാനസമേ. ആലിലത്താലിയുമായി വരുമേ നിങ്ങളെ ഇതിലേ ആവണിപ്പൊയ്കയിൽ കാണപോലും അവരും വധുവായി അരികെ. ചന്ദനക്കുറിയണിഞ്ഞം നറുകുങ്കുമത്തിലകമോടെ കനകാങ്കുലിയമണിയുന്ന ദേവസഖി ദേവിലോല നീയേ. ചന്ദനക്കുറിയണിഞ്ഞം നറുകുങ്കുമത്തിലകമോടെ കനകാങ്കുലിയമണിയുന്ന ദേവസഖി ദേവിലോല നീയേ. ഇതളണിയുന്നല്ലോ കുമുദിനിയുടെ കനവു നിലാവൊളിയിൽ, ഇതളണിയുന്നല്ലോ കുമുദിനിയുടെ കനവു നിലാവൊളിയിൽ, പുതിയൊരു ജീവിത വനികയിൽ ഉണരും കുറുമൊഴി മുല്ലകളെ.
ആലിലത്താലിയുമായി വരുവേ നിങ്ങളെ ഇതിലേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമൂലും അവരും വലുവായി അരികേ മാനത്തായി മുകിലകല മറയും ഒരു യാമത്തിൽ അനുരാഗമലിയും ഒരു മാനത്തായി മുകിലകല മറയും ഒരു യാമത്തിൽ അനുരാഗമലിയും ഒരു മാംഗല്യം രാവിൽ ആലിലത്താലിയുമായി വരും നിങ്ങളെ ഇതിലേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമൊരു അവളും വലുവായി അരികേ ഹായ്. ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളുമായിട്ട് ബിജു ചേട്ടനും വൈഫും അവരുടെ ദാമ്പത്യ ജീവിതം 25 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ ഒരു സുദിനത്തിൽ എന്റെയും കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുന്നു. ഇപ്പൊ 25 ആഘോഷിച്ചു, ഇനി 50, 75, 100 നിങ്ങൾക്ക് ആഘോഷിക്കാൻ സാധിക്കട്ടെ. അതിന് ഈശ്വരൻ ആയുസ്സും ആരോഗ്യവും സന്തോഷവും എല്ലാം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വരും തലമുറയ്ക്ക് ഇവരുടെ ദാമ്പത്യ ജീവിതം ഒരു ചരിത്രമായി മാറട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ബൈ. तू जानू वानू जो कहता है बीवी तेरी हूँ लगता है सामे मोर सामे मैं सामी सामी जो कहती हूँ मर्द मेरा तू लगता है सामे मोर सामे तेरे पीछे पीछे चलूं जैसे तेरे पीछे पीछे चलूं जैसे मंदिर की सीढ़ी पे चढ़ूं सामे तेरे बगल बैठूं ऐसे जैसे शिव के बगल गौरी मोर सामे वो डगर जहाँ तेरी नजर ले जाए दे प्रेम नगर सामे ऐसा मैं अरे सामे आजा सामे बलम सामे परम सामे सनम सामे अरे सामे आजा सामे बलम सामे परम सामे सनम सामे
तेरे माथे झूमर दमके, तेरे कानों वाली चमके है रे माही वे। तेरे हाथों कंगना खनके, तेरे पैरों पायल छनके है रे माही वे। नैनों से बोले रब्बा रब्बा, मन में डोले रब्बा रब्बा, अमृत घोले रब्बा रब्बा, तू सोनी है सोनी सोनी रे आजा माही वे। Everybody sing सोनी रे सोनी रे आजा माही वे। सोनी रे सोनी रे आजा माही वे। Everybody sing सोनी रे सोनी रे आजा माही वे। Keep doing it. Yeah. Bring the beat for right back like this. चिकने मुझ पे फिसल गए, कितने हाय कितनों के दम निकल गए। हाय दादा क्या होगा, जो होगा सो होगा। सब मुझसे पूछते हैं तू कौन देश से आई। नाम जलेबी बाई, जलेबी बाई, जलेबी बाई, जलेबी बाई। നമസ്കാരം, ഞാൻ ലാൽ ജോസ്. ജനുവരി 3-ാം തീയതി 25-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ബിജു കട്ടത്തറയ്ക്കും ഭാര്യ മായയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ. 50-ഉം ഒരുമിച്ചുള്ള 50 വർഷങ്ങളും 75 വർഷമൊക്കെ ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാ സുഖവും സന്തോഷവും സമാധാനവും നൽകി ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരിമിരിക്കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലമ്പൊളി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. കരിമിരിക്കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലമ്പൊളി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. നീ കണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. ആനച്ചന്തം പൊന്നാമ്പൽ സമയം നിന്നാണച്ചിമിഴിൽ കണ്ടില്ല. കളപ്പുറക്കോലയിൽ നീ കാത്തു നിന്നില്ല. പാട്ടൊന്നും പാടിയില്ല, പാട്ടൊന്നും പാടിയില്ല. നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല.
പണ്ടേ നീലക്കണ്ണിൽ നീ നിത്യം വയ്ക്കും ഈ എണ്ണത്തിരിയായി മിന്നീല മഴത്തരപ്പായ നീത്തി നീ വിളിച്ചില്ല മാറോട് ചേർത്തില്ല മാറോട് ചേർത്തില്ല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല കരിമിഴിക്കുരുവിയെ കണ്ടില്ല നിൻ ചിരിമണി ചിലമ്പൊളി കേട്ടില്ല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല കരിമിഴിക്കുരുവിയെ കണ്ടില്ല നിൻ ചിരിമണി ചിലമ്പൊളി കേട്ടില്ല രാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ നിറമേകും ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ മമമോഹം നീയറിഞ്ഞു മമമോഹം നീയറിഞ്ഞു അനുരാഗി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ സാഗരമേ ശാന്തമാകമേ സാന്ധ്യരാഗം മായും നീതാ ചൈത്രദിനവത് പോകയായി ദൂരയാത്ര മൊഴിയുമാ സാഗരമേ ശാന്തമാകമേ സർവ്വ
കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൽ കടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു. ശരദിന്ദു മലർവീവനാളം செம்பூவை உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய்ப்பேசிடும் உன்னாக்குழல் நீதானொரு பூவின் மடல். பூவை செம்பூவை உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம். सागर किनारे दिल ये पुकारे तू जो नहीं तो मेरा कोई नहीं है. हो सागर किनारे झिम गिरे सावन सुलग सुलग जाए भीगे आज इस मौसम में लगी कैसी ये अगन. झिम गिरे सावन सुलग सुलग जाए मन भीगी आज इस मौसम में लगी कैसी ये अगन. झिम झिम गिरे सावन கோடைக்கால காற்றே குளிர்தென்றல் பாடும் பாட்டே மனம் தேடும் சுவையோடு தினந்தோறும் இசைப்பாடு அதை கேட்கும் நெஞ்சமே சுகம் கோடி காணட்டும் இவதழில மாலை போகலே புது தோலை போகலே கோடைக்கால காற்றே குளிர்தென்றல் பாடும் பாட்டே. Thank you. ഹായ് ഹലോ 25th ആനിവേഴ്സറി ആഘോഷിക്കുന്ന ബിജു ചേട്ടനും മായ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത് മായ ചേച്ചിയാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബിജു ചേട്ടൻ ഒരു ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. മായ ചേച്ചി അടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ റൊമാൻസ് മുഴുവൻ ഏറ്റുവാങ്ങി 25 വർഷം പൂർത്തിയാക്കിയ മായ ചേച്ചിയാണ് ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ജോക്സ് അപ്പാർട്ട് 25 years ഓഫ് ടുഗദർനെസ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മായ ചേച്ചിക്കും ബിജു ചേട്ടനും അതുപോലെ നമുക്ക് 3 പേർക്കും ഈ സ്നേഹം
എന്നും നിലനിൽക്കട്ടെ. ഒരുപാട് വർഷം സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി കഴിയാൻ ഈ ഫാമിലിക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഫ്രാങ്കോ. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബിജുവിനും മായയ്ക്കും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ദേ ആർ സെലിബ്രേറ്റിംഗ് ദെയർ 25th വെഡിങ് ആനിവേഴ്സറി. ഈ പ്രത്യേക ദിവസത്തില് എന്റെയും കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. എന്നെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും മക്കളും ഒക്കെ എന്റെ മനസ്സിനോട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന സുഹൃത്തുക്കളാണ്. ഇവരുടെ വീട്ടിലെ പലപ്പോഴും ഒരു അതിഥിയായിട്ട് നിൽക്കാനുള്ള, അവരുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ ബിജു എന്ന് പറഞ്ഞാല് ഒരു വലിയ സംഗീത ആസ്വാദകനാണ്, സംഗീതജ്ഞനാണ്, ഗംഭീരമായിട്ട് പാടും. അതുപോലെ തന്നെ ബിജുവിന്റെ മാളു എന്റർടൈൻമെന്റ് ഇവന്റ്സ് എന്ന ഇവന്റ് കമ്പനിയുടെ പല പ്രോഗ്രാമുകൾക്കും പങ്കെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ജീവിതത്തിലെ നല്ല നല്ല ഓർമ്മകളാണ് എനിക്ക്. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. പ്രത്യേകമായിട്ട് ബിജുവിനും മായിക്കും മക്കൾക്കും എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനകളും വിവാഹ വാർഷിക ആശംസകൾ ഒരിക്കൽ കൂടെ നേരുന്നു.
സുന്ദരിയോവാ വെണ്ണിലവേവാ എൻ ജീവതാളമീ പ്രണയിനിയോ നീലരാവിലും സ്നേഹവീതിയിൽ മമ തോഴിയായി വാ പ്രിയമഹിയോ അന്നൊരിക്കലെന്തോ കണ്ട നാളിലെന്തേ ഹൃദയമംശം കാത്തുവച്ചു സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവതാളം നീ പ്രണയിനി. താങ്ക് യു. Hi, Biju and Maya. Wishing you a very happy 25th anniversary. I just feel like just a few years ago, I was there in Canada. I have been your artist for all the shows for many years now. I think 2-3 visits have come there. You've become like part of my family. You've not only looked after me at a professional level, but even personally, so many little details to the Rocky Mountains, and so many wonderful memories. Lots of love to both of you. Wish you 25 years more, and that to the children. ശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കോയിൽ പാട്ടിൽ പകർന്നാടും നേരം എന്നോടേറെ ഇഷ്ടമെന്ന കൃഷ്ണവേണു പാടി ഇഷ്ടമേറെ എന്നോടെന്നാൽ മന്ത്രവേണുവോരേ ശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കോയിൽ പാട്ടിൽ പകർന്നാടും നേരം മന്ദഹാസപുഷ്പം ചൂടും സാന്ദ്രചുംബനമേകും സുന്ദരാഗരാഗം തേടും ഹൃദയഗീതം മൂളും മന്ദമന്ദമിന്നി പുൽകും പാവഗാനം പോലെ ശാരദേന്ദു പൂവും രാവിൽ സോമതീരം പോകും ആടുവാൻ മറന്നുപോയ പൊന്മയൂരമോ
ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ബിജേട്ട ആൻഡ് മായി ചേച്ചി. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് പരസ്പരം സ്നേഹിച്ചും അടികൂടിയും എന്താ പറയുക, ഞങ്ങൾക്ക് ഒത്തിരി, എനിക്കും ഹസ്ബൻഡിനും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പേരാണ് ബിജേട്ടനും മായി ചേച്ചിയും. അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ട് ഇനി ഒരുപാട് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ. രണ്ടുപേർക്കും ചക്രമ്മ.